ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അവൽ മിൽക്കിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 2 വലിയ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ഒന്നും കൂടെയൊക്കെ എടുത്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാലിപ്പൂവൻ പഴമോ അഥവാ എന്താ പറയുക പാളയംകുടം പഴമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നാവും കേട്ടോ. അതാണ് സാധാരണഗതിയിൽ അവൽ മിൽക്കിന് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുള്ളത് കൊണ്ട് മാത്രമാണ് ഇതെടുത്തത് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു പഴത്തിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. 1/2 ലിറ്റർ പാലിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പഴം കൂടെ ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഴം ഒന്നും ഒരുപാട് ഇങ്ങനെ അലിഞ്ഞു പോകുമൊന്നും വേണ്ട, കുറച്ചൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നും ഉപയോഗിക്കേണ്ട. ഇതേപോലെ കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ വീടുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പാല് പശുമ്പാലാണെങ്കിൽ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കവർ പാലാണെങ്കിൽ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അങ്ങനെയും ഉപയോഗിക്കാം. അപ്പം ഞാൻ 1/2 ലിറ്റർ പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളിത് എപ്പോഴാണോ കഴിക്കുന്നത് ആ സമയത്ത് മാത്രമേ നമ്മൾ അവൽ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. അവൽ ചേർത്ത് കുറേ സമയം വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ അവലങ്ങോട്ട് കുതിർന്നു പോകും. ഞാനിതിലേക്ക് ഒരല്പം കാഷ്യൂനട്ടും അതുപോലെ തന്നെ പീനട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 കപ്പ് പൊരി അവലാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. മറ്റേ അവലാണെങ്കിൽ ഒന്ന് വറുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് 2 ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണ്. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ അവരുടെ വിശപ്പും ദാഹവും ഒക്കെ മാറി ഒന്ന് ഫ്രഷ് ആകാനായിട്ട് ഇതേപോലെ അവൽ മിൽക്കൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഫ്ലേവറിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബൂസ്റ്റ് ഇട്ട്, ഹോർലിക്സ് ഇട്ടിട്ട്, ചോക്ലേറ്റ് ഇട്ടിട്ട്, ചോക്ലേറ്റ് പൗഡർ ഇട്ടിട്ട് പല രീതിയിലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ അല്പം ബൂസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഫ്ലേവറൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി അവൽ മിൽക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് കറക്റ്റ് എടുത്തു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.